മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മുഖം രക്ഷിക്കാനായിരുന്നു മുഖ്യമന്ത്രി കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന ഇൻ്റർവ്യൂയിലൂടെ ശ്രമിച്ചത്. എന്നാൽ ആ മുഖം ഇന്നലെ കൊന്നിയിലെ കൺവെൻഷനിൽ കൊഴിഞ്ഞു വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കവേ ഈ വേദിയിലിരുന്ന ഒരാൾ ഒരു ചോദ്യം എന്ന് ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി തിരിച്ച് മറുപടി നൽകുന്നത് ചോദ്യമൊക്കെ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ അഭിമുഖം നടത്താനായിട്ട് ചെലവഴിച്ചത് 11,21,000 രൂപയാണ്. അതും പൊതു ഖജനാവിൽ നിന്നാണ്, CPM-ന്റെ ഫണ്ടിൽ നിന്നല്ല എടുത്തത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തു വലിയ ധൂർത്താണ് ഇവർ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനം ചിന്തിച്ച് അത്ഭുതപ്പെടുകയാണ്. കാക്ക കൊളിച്ചാൽ കൊക്കാകുമോ? കൊക്കാകില്ല ഒരിക്കലും. പിണറായി എന്ന് പറയുന്ന ഒരു മുഖമുണ്ട്, വൃത്തികെട്ട മുഖമുണ്ട്. രൗദ്രഭാവമാണ് അതിനുള്ളത്. ആ രൗദ്രഭാവത്തെ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് മോഹൻലാൽ സിനിമയിൽ പൊട്ടിച്ചിരിക്കുന്ന പോലെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ? നാച്ചുറൽ ആയിട്ടുള്ള പിണറായി എന്ന് പറയുന്നത് കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായിയാണ്. മാത്രമല്ല, തൻ്റെ എതിരാളികളെ വെട്ടിവീഴ്ത്തി കൊല്ലുന്ന പിണറായിയാണ്. തൻ്റെ അധികാരത്തിൽ ആരെങ്കിലും വിള്ളൽ വീഴ്ത്താൻ വരുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം വെട്ടിവീഴ്ത്തും. നമുക്കറിയാം, CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരെയൊക്കെ വെട്ടിവീഴ്ത്തി മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ആരൊക്കെയുണ്ട് അവരൊക്കെ വെട്ടിവീഴ്ത്തി. EP ജയരാജൻ, തോമസ് ഐസക്, P രവീന്ദ്രൻ, അങ്ങനെ തുടങ്ങി എത്ര നേതാക്കൾ, G സുധാകരൻ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ നേതാക്കന്മാരെയും വെട്ടിമാറ്റിയിട്ടാണ് അദ്ദേഹം തനിക്ക് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, തൻ്റെ കസേര ഇളകാക്കെതിരെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ശൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുന്നതായിരുന്നു എല്ലാവരും കരുതിയത്. കാരണം ശൈല ടീച്ചർ കാരണമാണ് അദ്ദേഹം തിരിച്ചു വരാൻ കാരണം. അത്രയും ജനങ്ങളുടെ ഇടയിൽ വലിയ ആരോഗ്യവകുപ്പിൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കിയത് ശൈല ടീച്ചറാണ്. ആ ശൈല ടീച്ചറെ മാറ്റിയിട്ട് ഒരു കുഴലൂത്തുകാരിയെ പിടിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രിയാക്കിയിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിതി എന്താ? ആ വകുപ്പ് ഇപ്പം വെന്റിലേറ്ററിലല്ലേ? എവിടെ നോക്കിയാലും ബലാത്സംഗം, എവിടെ നോക്കിയാലും കത്രിക വയറ്റിൽ, എവിടെ നോക്കിയാലും ഡോക്ടർമാരിൽ, എവിടെ നോക്കിയാലും രോഗികൾക്ക് വേണ്ടത്ര ശുശ്രൂഷ കിട്ടുന്നില്ല. ഈ സ്ഥിതിയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല മൊത്തത്തിലായിരിക്കുന്നത്. ഓരോ ദിവസം വരുന്ന കാര്യങ്ങൾ പ്രതികാരത്തിൻ്റെ ഇതാണ്. മാത്രമല്ല, ആ വകുപ്പിൽ നടത്തുന്ന അഴിമതി നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. താൽക്കാലിക ജീവനക്കാരെ നിയമിച്ച് 60 ലക്ഷം 50 ലക്ഷമൊക്കെ വാങ്ങി 2500 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരിക്കുന്ന ഏകദേശം എത്ര കോടി രൂപയാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്? അവൻ എല്ലാ മേഖലയും, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നാട്ടിലേക്കാണല്ലോ പിണറായി വിജയൻ പോയത്. ആരോഗ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയതെങ്കിലും, അല്ലെങ്കിലേ ആരോഗ്യമന്ത്രി ശവശയ്യയിൽ ഇതിൽ വെന്റിലേറ്റർ കിടക്കുകയാണ്. പിണറായിയും കൂടെ പോയാലോ എങ്ങനെയിരിക്കും അവസ്ഥ? വണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്നുള്ള രൂപത്തിലാണ് സ്ഥിതി. ഇതിൽ ആ ചോദ്യം ചോദിച്ച ആളുടെ ബൈറ്റ് ഇപ്പം മാധ്യമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അയാളൊരു സാധാരണ തൊഴിലാളിയാണ്. അയാൾ പറഞ്ഞത് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, മുഖ്യമന്ത്രി സംസാരിക്കവേ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു അടിമ മനോഭാവമാണ് അദ്ദേഹം. അങ്ങനെയല്ല, അയാളെ പേടിപ്പിച്ചിരിക്കുന്നു. അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ അയാളെ കൊന്നുകളയുന്നാണ് പേടിപ്പിച്ചപ്പം അയാൾക്ക് അതെല്ലാം ഓർത്തില്ല. അയാളൊരു സാധാരണ പ്രവർത്തകനായി ഒരു ചോദ്യം ചോദിച്ചാണ്. നേതാവ് എന്താ ചെയ്യുക? നേതാവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിനെ വളരെ സ്വാഗതം ചെയ്ത് അതിനുള്ള മറുപടി പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വമാണ് അതിനെ നേരിടാൻ. ഉമ്മൻചാണ്ടി ഇതേപോലുള്ള അവസരങ്ങളിൽ കാണിച്ചുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി എത്ര രസകരമായിട്ടാണ് അതിനെ നേരിടാറുള്ളത്. നേതാക്കന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നേതാവായിരിക്കുന്ന നേതാവുണ്ട്, ജന്മനാ നേതാവായിരിക്കുന്ന ലീഡറായിരിക്കും. ഇത് ജന്മനാ ലീഡറല്ല. തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും തൻ്റെ കീഴിലുള്ളയോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നയോ ആൾക്കാരെ വെട്ടിവീഴ്ത്തി തൻ്റെ പാത സുഗമമാക്കി അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുത്ത ഒരാളാണ്. അയാളെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കോടാനുകോടി രൂപ മുടക്കിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. തിരിഞ്ഞിട്ട് അങ്ങോട്ട് ബോർഡ്, തിരിഞ്ഞ് ഇങ്ങോട്ട് ബോർഡ്, കാണുന്നിടത്തൊക്കെ ബോർഡാണ്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറയുന്ന ബോർഡ് കണ്ടോ? എത്ര കോടി രൂപയാണ് ചിലവാക്കുന്നത്. ഈ ഗവൺമെൻറ് നല്ലതായിരുന്നെങ്കിൽ, പിണറായി നല്ലതായിരുന്നെങ്കിൽ ഇങ്ങനെ ബോർഡ് വെക്കേണ്ട ആവശ്യമുണ്ടോ? കേരളം മുഴുവൻ ജനങ്ങൾ നെഞ്ചിലേറ്റി കൊണ്ടുപോകില്ലേ? അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പബ്ലിസിറ്റിയിലൂടെ ഇനി നല്ലൊരു മുഖം വെച്ച്, പുഞ്ചിരിക്കുന്ന മുഖം വെച്ച്, ഒരിക്കലും ശരിയായി പുഞ്ചിരിക്കാൻ അറിയാത്ത ഒരാളാണ് പിണറായി വിജയൻ. ഏതെങ്കിലും കാലത്ത് പുഞ്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് മോഹൻലാൽ വന്ന് 2 ദിവസം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുഞ്ചിരി സാധാരണ പുഞ്ചിരി വരുമോ? അത് പഠിപ്പിച്ചുള്ള അഭിനയിച്ചുള്ള ഒരു പുഞ്ചിരിയാണ്. മോഹൻലാൽ 10 പ്രാവശ്യം റിഹേഴ്സൽ നടത്തിയിട്ടാണ് ഇദ്ദേഹത്തെ ചിരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോഹൻലാൽ 10 ലക്ഷം 12 ലക്ഷം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കണക്കിൽ
കണക്കല്ലാതെ 10 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം പിണറായി വിജയന്റെ കയ്യിൽ കണ്ടമാനം പൂഴ്ത്ത പൈസയുണ്ട്. നമ്മുടെ ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് തന്നെ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള അനധികൃത നിക്ഷേപത്തിന്റെ രേഖകളാണ് പോലീസ് കടത്തിക്കൊണ്ടുപോയത്. തന്നെ കള്ളക്കേസ് കൂടി അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ 10,000 കോടിയല്ല അധികം ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ അറിവിലും വിവരത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 കോടിയുടെ അസറ്റ് അദ്ദേഹത്തിന് വിദേശത്തുണ്ട്. അത് മകളെയും മകനെയും കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് അമേരിക്കയിലടക്കം നിക്ഷേപമുണ്ട്. പല ബിസിനസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട്. യൂസഫലിയുടെ കമ്പനികളിലെല്ലാം അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂട് നശിപ്പിച്ചുള്ള ഒരാളാണ്. അവസാനം ജനങ്ങൾ എല്ലാ തലത്തിലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനെ മറികടക്കാൻ ഈ ഇലക്ഷനിൽ എല്ലാ വഴികളും സ്വീകരിക്കുകയാണ്. ആ സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു യഥാർത്ഥ കുറുക്കൻ നിലാവെളിച്ചം കണ്ടാൽ കൂവും. അതാണ് ഇന്നലെ ചെയ്തത്. അതായത് അല്ല, കേരളത്തിലെ സാധാരണ ജനത്തിനെ കൊണ്ടാണ് നമ്മുടെ ഖജനാവൊക്കെ നിറയുന്നത്. നമ്മളൊക്കെ ടാക്സ് അടക്കുന്നതാണ്. അങ്ങനെ ഒരാള് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഒരു ചോദ്യം എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിനെ നേരിടുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്തുമാത്രം ഒരു ഒട്ടും സംസ്കാരമില്ലാത്തൊരു തരം രീതിയാണല്ലോ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നത്. അതായത് സ്വന്തം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജി സുധാകരനുടെ ചെറ്റയാണെന്ന് പറഞ്ഞ, പരനാറി എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രനെ വിളിച്ച, നികൃഷ്ടജീവി എന്ന് പറഞ്ഞ് താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ച ഈ പിണറായി വിജയൻ എന്ത് സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ജന്മനാ ഉണ്ടാകുന്ന അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മാതൃഭൂമിയുടെ എഡിറ്റർ വിളിച്ച ആളാണ് ആര്? പിണറായി വിജയൻ. അദ്ദേഹത്തിന് സംസ്കാരം എന്ന് പറയുന്നത് എതിരാളികളെ വെട്ടിവീഴ്ത്തുന്ന സംസ്കാരമാണ്. എതിരാളികളെ വെട്ടിവീഴ്ത്താന്ന നമ്മളവിടെ പോയിട്ട് കണ്ണൂർ പോയിട്ട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് പോയിരുന്നു. ഒരു രണ്ടുട്ടായി ബാബുവിന്റെ ഭാര്യയെ കണ്ടിരുന്നു. രണ്ടുട്ടായി ബാബുവിനെ ഇദ്ദേഹം വെട്ടിക്കൊന്നതാണ്. അവിടെ വെച്ചിട്ട് ബസ്സിൽ കയറി വെട്ടിക്കൊന്നാണ് ഗുണ്ടകളെ ബീച്ച്. അദ്ദേഹത്തിന് 2 മക്കളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പല രഹസ്യങ്ങളും അറിയുന്ന ആളെന്ന് രണ്ടുട്ടായി ബാബു. ഇതുപോലുള്ള ആളുകളെ, അതേപോലെ നമുക്കറിയാം TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന് ആസ്ഥാന വിധവ എന്നാണ് ആരെ വിളിക്കുന്നത്? KK രമയെ വിളിക്കുന്നത്. ഇത്രയും ആഭാസത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ് പിണറായി വിജയൻ. എതിരാളികളായ ആളുകളെ, ആരെങ്കിലും എതിരാളികളായി കഴിഞ്ഞാൽ അവരെ ഏറ്റവും മോശമായ ഭാഷയിൽ മോശമായി പറയുക, കൊല്ലുക, ഇതൊക്കെ സ്ഥിരമായിട്ട് പിണറായി വിജയൻ ചെയ്തു കൂടുന്ന കാര്യങ്ങളാണ്. അത് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് 3ാം മന്ത്രിസഭ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ളതൊക്കെ മാറ്റിയെടുക്കണം. അദ്ദേഹത്തിന് വളരെ ഇമേജ് താഴെയാണ്. സർവേകളിലൊക്കെ അയാൾക്ക് തീരെ VD സതീഷിനെക്കാളും താഴെയാണ് കിടക്കുന്നത്. ആ ഇമേജ് ഉയർത്താൻ വേണ്ടി PR വർക്ക് വഴിയും മോഹൻലാലിനെ ഉപയോഗിച്ചൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ മാറാൻ പറ്റുന്നതാണോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം? നമ്മൾ കണ്ട് മടുത്ത വികൃത മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന വികൃത മുഖം എന്ന് പറയുന്നത് ഭീകരതയാണ്. പകരം പുഞ്ചിരിച്ചുകൊണ്ടുള്ള പിണറായി എന്ന് പറഞ്ഞാൽ പരിഹാസ കഥാപാത്രമാണ്. ആ പരിഹാസ കഥാപാത്രത്തെ നമ്മളെ മുന്നിലേക്ക് വന്ന് അല്പനിമിഷത്തിനുള്ളിൽ അയാൾ പഴയ നിലവാരത്തിലേക്ക് പോവുകയാണ്. അത് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം കള്ളന്റെയും കൊള്ളക്കാരന്റെയും തട്ടിപ്പുകാരന്റെയും മുഖമാണ് അദ്ദേഹത്തിനുള്ളത്. പാർട്ടിയെ ഇല്ലാതാക്കി നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാക്കി കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച് ഇല്ലാതാക്കി, അഴിമതിയിൽ നിന്ന് അഴിമതി നടത്തി, ഇവിടെ നിന്ന് വിദഗ്ധമായി പണം വിദേശത്തേക്ക് കടത്തി അദ്ദേഹം സുരക്ഷിതമാക്കി. ഇതൊക്കെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ എത്ര ചിരിച്ചാലും എത്ര അഭിനയിച്ചാലും സ്വന്തം മുഖം വികൃതമായി തന്നെ കിടക്കുന്നുള്ളതിന്റെ ലക്ഷണമാണ് കോന്നിയിൽ നടന്നത്. അത് മാറ്റാൻ കഴിയില്ല അദ്ദേഹത്തിന്. എന്തായാലും വീട്ടിൽ പോയി ചോദിക്കാൻ ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ തമ്പുരാനല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഈ നാട്ടിലെ ജനമാണ്. അത് കൃത്യമായി ജി സുധാകരൻ ചെറ്റ വീട്, ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന ആൾക്കാരെ അപഹസിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെറ്റക്കുടിയിൽ എന്താ അവിടെ ആൾക്കാർ ജീവിക്കും? അവിടേക്ക് അഭിമാനമില്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് മാത്രമേ അഭിമാനമുള്ളൂ എന്ന് ചോദിച്ച ആ നിലപാടുണ്ടല്ലോ, അത് മാത്രം മതി പിണറായി വിജയൻ ആരാണെന്ന് പറയാൻ വേണ്ടി. ഒരു മുഖ്യമന്ത്രിയാണ് ചെറ്റാന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ വിളിച്ചാൽ പറയാം. അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതേ മോഹൻലാലിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഇമേജ് എന്താണ്? ലോകം മുഴുവൻ കണ്ട ഏറ്റവും മഹാനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രതിഭയാണെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ? VS അച്യുതാനന്ദനെ വെട്ടി വീഴ്ത്തിയിട്ടാണ് അദ്ദേഹം 2016 അദ്ദേഹത്തെ പറ്റിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായത്. VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പ്രചരണം നടത്തി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ എന്തായി? മെല്ലെ അദ്ദേഹം തട്ടിയിരുത്ത അധികാരം. കൃത്യമായി 2 കൊല്ലക്കാലം VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാന്നുള്ള ഓഫർ പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. എന്തിന്?
ശൈല ടീച്ചർ 60,000 വോട്ട് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് 52,000 വോട്ടേ ഭൂരിപക്ഷമുള്ളൂ എന്ന് കണ്ടപ്പോൾ ശൈല ടീച്ചർ വെട്ടിമാറ്റി എന്തുകൊണ്ടാണ്? ഇപ്പോൾ പേരാവൂർ കൊണ്ട് അവിടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ജനങ്ങൾ സഹിക്കും, ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ എല്ലാ കാലത്തും അംഗീകരിക്കും, അവരെ സഹിച്ചോളും എന്നൊക്കെയുള്ള നിലപാടും ചിന്തകളുമാണ്, തൻ്റെ കീഴിൽ അടിമകളാണ് ഇവരെന്നുള്ള ചിന്താഗതിയാണ് അദ്ദേഹം പുലർത്തിപ്പോരുന്നത്. പക്ഷെ അതിനൊക്കെ തിരിച്ചടി ഇലക്ഷൻ ഉണ്ടാകും. കാരണം ജനങ്ങൾ അത്ര ഒന്നും അറിയാത്ത ആൾക്കാരല്ല, എല്ലാം പിണറായി വിജയനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാളൊരു കാട്ടുകളനാണെന്നും കൊള്ളക്കാരനാണെന്നും മാഫിയ തലവനാണെന്നും ഇദ്ദേഹത്തെ ജനങ്ങളെ ഊറ്റിയെടുത്ത് പണം തട്ടുന്ന തട്ടിപ്പുകാരനാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്ര അദ്ദേഹം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം വെളുക്കില്ല. ആ കറുത്ത് ഇരുണ്ട നിറം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അത് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ ഇലക്ഷനിൽ ബോധ്യപ്പെടും എല്ലാവർക്കും.